അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ഇന്നും തുടരും. സിംഗകണ്ഠത്ത് രാപ്പകൽ സമരം ആരംഭിക്കും. അരിക്കൊമ്പനെ പിടിക്കും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് പൂപ്പാറയിൽ ധർണയും നടത്തും. വിശദാംശങ്ങളുമായി ഹരിത ചേരുന്നു. ഹരിത, അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. സിംഗകണ്ഠത്തെ രാപ്പകൽ സമരവും അതോടൊപ്പം തന്നെ പൂപ്പാറയിൽ ധർണയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആൻസില, അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെയുള്ള ഇടുക്കിയിലെ പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ്. ഇന്നലെ രാവിലെയോടെയാണ് നാട്ടുകാർ പ്രതിഷേധത്തിലിറങ്ങിയത്. അതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം ഏറ്റവും അടുത്ത് കിട്ടുന്ന പുതിയതായിട്ടുള്ള വിവരമെന്നാൽ സിംഗകണ്ഠത്ത് ഇന്നലെ രാത്രി 10ഓടെ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. അതിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിരന്തരം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ദിവസവും കാട്ടാന ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ നിവാസികളായിക്കോട്ടെ എല്ലാവരും ദിനംപ്രതി ഇപ്പോൾ കാട്ടാന ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കാട്ടാനാക്രമണം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർക്ക് പ്രതിഷേധം കടുപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇടുക്കി ജില്ലയിലെ ജനവാസ മേഖലയിലെ ഇടുക്കിയിലെ വനമേഖലയിലുള്ള വനപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യത്തിലേക്ക് ഈ ഒരു പ്രശ്നം മാറുകയാണ്. അരിക്കൊമ്പന്റെ കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഇന്ന് സിംഗകണ്ഠത്ത് രാപ്പകൽ സമരം ആരംഭിക്കും. അതേസമയം അരിക്കൊമ്പനെ പിടിക്കും വരെ ഈ ഒരു സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ധർണയും നടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഇന്ന് ധർണ നടക്കുന്നത്. ഇന്ന് 3 മണി മുതൽ 6 മണി വരെയാണ് നടത്താനാണ് തീരുമാനം. അതേസമയം ഏപ്രിൽ 5-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് വരെ ഇവർ പ്രതിഷേധവും തുടങ്ങും. അതേസമയം 5 ദൗത്യസംഘവും കുങ്കിയാനകളും അവിടെ തന്നെ ഇടുക്കിയിൽ തന്നെ തുടരും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അടുത്ത ദിവസങ്ങളിൽ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളും ഇവർ ജനപ്രതിനിധികൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതേസമയം വിദഗ്ധ സമിതി ശരി, വ്യക്തമാണ് ഹരിത. അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ഇന്നും തുടരും. സിംഗകണ്ഠത്തെ രാപ്പകൽ സമരവും അതോടൊപ്പം തന്നെ പൂപ്പാറയിൽ ധർണയും നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇടുക്കിയിൽ തുടരുന്നത്. ഹരിതയാണ് വിശദാംശങ്ങൾ നൽകിയത്.